വാ 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 ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി. നല്ല മൂട് പറ വച്ച. അടിമയെ പൂശാനും അതുപോലെ സ്വയംഭോഗം ഹറാമോ ആക്കിയ അള്ളാഹുവിൽ വിശ്വസിക്കാമെങ്കിൽ ഒരിടം വേണമെന്ന് പറഞ്ഞൊരു ഡിങ്കനെ വിശ്വസിക്കാൻ തൽക്കാലം ക്ഷമീന്ന്. നിങ്ങളിതൊന്നും വലിയ ഇഷ്യൂ ആക്കല്ലോ കോയ. ഈ കോയക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായാൽ, അള്ളാഹു നിർബന്ധമായും ഉണ്ടാവണം എന്ന് വന്നാൽ അടിമയെ അടിച്ചമർത്താനും അടിമയെ സ്വന്തം എന്ത് ചെയ്യാനും ആ ഉടമക്ക് അധികാരം ഉണ്ടാകും എന്നത്. നിങ്ങളുടെ വാഹനത്തെ നിങ്ങൾ എപ്പോ വേണമെങ്കിലും തിരിക്കും, എപ്പോ വേണമെങ്കിലും ഒടിക്കും, നിർത്തും, വെയിലത്തും വെയിലും കൊള്ളിപ്പിക്കും. നിങ്ങൾ എങ്ങനെ ചെയ്യും? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? സുഖം തന്നെയല്ലേ? സുഖം സുഖം. കോയ കോയ പറയൂ കോയ, എന്താണ് വർത്താനം? നിങ്ങൾ ഈ മരിച്ചു കഴിഞ്ഞാൽ ബോഡി ഡൊണേറ്റ് ചെയ്യാറുണ്ടോ? അവയവം ദാനം ഒക്കെ നടത്താറുണ്ടോ? സമ്മതിച്ചേക്ക്. മരിച്ചു കഴിഞ്ഞാൽ അവയവം ദാനം ചെയ്യാറില്ല. ഇല്ല. അതെന്താ ചെയ്യാത്ത? അത് എന്റെ അഭിപ്രായത്തിൽ അതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ചോദ്യമായിരിക്കും. കാരണം ഒരു കോംപ്ലിക്കേഷനും ഇല്ലല്ലോ, നമ്മളൊക്കെ കൊടുക്കാറുണ്ടല്ലോ. നമ്മളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ആൾക്കാരല്ലേ. നിങ്ങൾക്ക് എന്താ പാട്? എന്താ മതം പഠിപ്പിക്കുന്നില്ലേ? അത് അത് പറ, ഇത് പറ. നമുക്ക് അഭിമാനമല്ലേ വലുത്. ഈ ലോകം മുഴുവൻ മുസ്ലിങ്ങളാണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരാൾക്ക് അവയവം വേണ്ടി വന്ന എന്ത് ചെയ്യും? നിങ്ങൾ പറ. ഒരു മിനിറ്റ്, ഞാനൊന്ന് ഫുള്ളാക്കട്ടെ. ഈ ചോദിച്ചതിന് ഉത്തരം പറയും. എന്നിട്ട് നിങ്ങൾ ഫുള്ളോ ഹാഫോ പൈന്റോ എന്ത് വേണേലും ആയിക്കോ. ഇവിടെ എങ്ങനെ മെഡിക്കൽ ശാസ്ത്രം, മെഡിക്കൽ സയൻസ് എങ്ങനെ ഇവിടെ വളരും? നിങ്ങൾ ബോഡി ഡൊണേറ്റ് ചെയ്യില്ല, കീറി മുറിച്ച് പഠിക്കാൻ ശരീരം കൊടുക്കില്ല, ശവം കൊടുക്കില്ല. നിങ്ങൾ ഒരു അവയവം മാറ്റി വെക്കാൻ നിങ്ങൾ അവയവം കൊടുക്കില്ല. ഇവിടെ എങ്ങനെയാണ് ഇതൊക്കെ നടക്കുക? മുസ്ലിങ്ങൾ മാത്രമാണെന്നുണ്ടെങ്കിൽ ലോകം മുന്നോട്ട് പോവോ? മുന്നോട്ട് പോകും. എങ്ങനെ പോകും? എങ്ങനെ? പടച്ചവൻ കരിഞ്ജീരകം കൊടുക്കുമായിരിക്കും അല്ലെ? അത് ഞാൻ ഓർത്തില്ല, സോറി. കരിഞ്ജീരകം തേറ്റായാലും കൊടുക്കാതെ മറ്റേ ഒട്ടകമൂത്രമാണോ? ഒരു അങ്ങാടിയിലേ പറയാം. നിങ്ങൾ പറയൂ, ഒട്ടകമൂത്രത്തിലാണോ അതോ തേനിലാണോ കരിഞ്ജീരകം ചാലിച്ചു കൊടുക്കാം? ഇവൻ എന്നെ കൊണ്ട് പോകുന്ന തോന്നുന്നു. നമ്മളെ ഫസ്റ്റ് ഇയറിൽ അനാറ്റമി ഞങ്ങൾ പഠിച്ചത് ഒരൊറ്റ മുസ്ലിമിന്റെ ശരീരത്തിലല്ല, അത് കാഫിറിന്റെ ശരീരത്തിൽ കീറിയാ ഞാൻ പഠിച്ചത്. ഓക്കെ, അത് കാഫിറിന്റെ ശരീരം തന്നെ കീറിയാ ഞാൻ പഠിച്ചത്. അപ്പൊ നിങ്ങൾ പറയേ, എങ്ങനെയാന്ന് പറയ്. അനാറ്റമി എങ്ങനെ പഠിക്കും ഇവിടെ ഇസ്ലാം മാത്രമാണെന്നുണ്ടെങ്കിൽ? എങ്ങനെയാന്ന് പറയൂ. ഈ കുഞ്ഞിക്കോനെ തിരുത്താൻ വരില്ലേ? ഒരു വിദ്യാഭ്യാസം ഞാൻ കളക്ടർ ആവുമായിരുന്നു. ഒരു അങ്ങാടിയിൽ ഒരു ആക്റ്റീവ വണ്ടിയുണ്ട്. നിങ്ങളെ സ്ഥലം കാസർഗോഡ് അങ്ങാടിയിൽ ഒരു വണ്ടിയുണ്ട്, അതിന് ചാവിയുണ്ട്. ആ ചാവി വണ്ടി എടുത്തിട്ട് കൊണ്ടുപോയി വേറെ ആർക്ക് വിൽക്കാൻ പറ്റുമോ? അനാറ്റമി എങ്ങനെ പഠിക്കുന്നുള്ളതിന് ആദ്യം ഉത്തരം പറയാം, എന്നിട്ട് നമുക്ക് വണ്ടിയുടെ ചാവിയുടെ കാര്യം പറയാം. ഇത് എന്റേതാണെന്ന് തീരുമാനമാകുന്ന വരെ നിങ്ങൾക്ക് ഇത് വിൽക്കാൻ പാടില്ല. എന്ത് വിൽക്കണം? ജസ്റ്റ് വെയിറ്റ്. എന്ത് വിൽക്കുന്നു? അത് വിട്, ഞാൻ അർത്ഥം പറയാം. ഇസ്ലാമിൽ അതിന്റെ പഠനങ്ങൾ നടന്നിട്ടില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങൾ പറയൂ. ഇതിപ്പോ കാലം 1500 വർഷം കഴിഞ്ഞില്ലേ, മനുഷ്യന്മാരോട് ജീവിക്കണില്ലേ? ഇപ്പോഴും നിങ്ങൾ പഠനം കഴിഞ്ഞോ കഴിഞ്ഞില്ലേ എന്നൊന്നും എന്റെ വിഷയമല്ല. നിങ്ങളൊരു കൺക്ലൂഷൻ പറയൂ. ഈ കോയക്ക് ഒരു സംശയം. നിങ്ങളൊരു കൺക്ലൂഷൻ പറയൂ. ഇസ്ലാമില് മരിച്ചതിന് ശേഷം ബോഡി ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ? അവയവം ദാനം ചെയ്യാൻ പറ്റുമോ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ഇപ്പോൾ സഹോദരന് വേണ്ടി കിഡ്നി നൽകിയ ഒരു സഹോദരിയാണ് ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. അവർക്ക് കിഡ്നി നൽകിയതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടുമോ എന്നാണ് അറിയേണ്ടത്. ഇസ്ലാമിക വീക്ഷണപ്രകാരം അവയവദാനം അത് പാടില്ല എന്നാണ്. ഒരു മുസ്ലിമിന്റെ അവയവം അവനെ സംബന്ധിച്ചിടത്തോളം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്ക് ഉടമയുള്ളതല്ല, അത് അള്ളാഹുവിന്റെ ഉടമയിലുള്ളതാണ്. അവനാന്റെ അവയവത്തിന്റെ മേലുള്ള ഉടമാവകാശം തനിക്കില്ല, അത് സംരക്ഷിക്കേണ്ട ഒരു ഇസ്തിഹ്ഖാഖ് ബാധ്യതയാണ് അവനാനുള്ളത്. അതിനാൽ കിഡ്നിയാണെങ്കിലും മറ്റ് അവയവങ്ങളാണെങ്കിലും രക്തമല്ലാത്ത മറ്റ് കണ്ണോ മറ്റ് ഏത് അവയവങ്ങളാണെങ്കിലും അത് തന്റെ ജീവിച്ചിരിക്കുന്ന സമയത്ത് മറ്റൊരാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ പോലും കൊടുക്കൽ അനുവദനീയമല്ല എന്ന നിയമം. അതിനാൽ അതങ്ങനെ കൊടുത്താൽ അതിന് പ്രതിഫലം പ്രതീക്ഷിക്കുകയേ വേണ്ട. കാരണം ഇസ്ലാം അനുവദിക്കാത്തൊരു കാര്യം ചെയ്തതിന്റെ പേരിൽ പിന്നെ എങ്ങനെ പ്രതിഫലം പ്രതീക്ഷിക്കാനാണ്? എങ്കിൽ ഇസ്ലാം അനുവദിക്കാത്തൊരു കാര്യം സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നൽകി എന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ശിക്ഷ ലഭിക്കുമോ? അതല്ലേ ഇസ്ലാം അനുവദിക്കാത്ത ഹറാമായ ഒരു കാര്യമാണ് എങ്കിൽ അത് ശിക്ഷിക്കപ്പെടുന്ന കാര്യം തന്നെയാണല്ലോ. അങ്ങനെയൊക്കെ വഴിയില്ല. എന്നാ പറയും, ബോഡി ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമല്ലേ? നിങ്ങൾ മുസ്ലിം, നിങ്ങൾ കോയ ഒരു ബോഡി ഡൊണേറ്റ് ചെയ്യില്ലേ?
അനാറ്റമി പഠിക്കാൻ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് കീറി മുറിച്ച് പഠിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ബോഡി കൊടുക്കുമോ ദാനം ചെയ്യുമോ ഇല്ലേ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ദാനത്തിന്റെ സദക്ക ചെയ്യുന്ന വലിയ ആൾക്കാരാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് ഓക്കെ 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 ഞാൻ കൊടുക്കും. എന്ത് കൊടുക്കും? അത് കൊടുക്കും, എന്റെ ബോഡി കൊടുക്കും. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ഏത് കിതാബിൽ ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാന്ന് പറയാം? അത് ഞാൻ കൊടുക്കില്ല ചോദ്യത്തിന് ഉത്തരായി. നിങ്ങൾ ഏത് കിതാബിൽ ഏത് സൂക്തത്തിന്റെ അടിസ്ഥാനത്തിൽ, ഏത് അധ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ, ഏത് ഫത്വയുടെ അടിസ്ഥാനത്തിലാന്ന് പറ. ഓക്കെ ഓക്കെ അത് ഞാൻ പറയില്ല. ഞാൻ ചോദിക്കാത്ത എന്തിനാ എന്നോട് ചോദിക്കുന്നത്? നിങ്ങളുടെ മദ്രസയില് 2ാം ക്ലാസ്സിലൊക്കെ പഠിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അത് ഈ ഞാൻ നിങ്ങളെ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ അതില് പൊള്ളത്തരുണ്ടോ എന്ന് ഡൗട്ട് അടിച്ചതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഈ ലോകത്തിനൊരു ദൈവമുണ്ടോ എന്നതാണ് എന്റെ ക്വസ്റ്റ്യൻ. അത് നിങ്ങൾക്ക് പരിചിതപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരിക്കും, അതിനൊരു ഉത്തരം പറയാമോ? ദൈവമുണ്ട്, അത് ഡിങ്കനാണ്. ഡിങ്കൻ എന്ന് പറഞ്ഞാൽ ദൈവം, ഞങ്ങളുടെ ദൈവം. അല്ല, അയാൾ ഇങ്ങനെ കാലും കൈയുള്ള അങ്ങനത്തെ ആളൊന്ന് ഒരു എലിയെ പോലെ ഇരിക്കുന്ന ഒരു ദൈവം. എലി, അയാൾക്ക് എന്താണ് കഴിവ്? ഈ പ്രപഞ്ചമൊക്കെ ഉണ്ടാക്കാൻ കഴിയും. ഈ എലിയുടെ രൂപം ഉണ്ടായി എന്നത് കൊണ്ട് അയാൾക്ക് രൂപത്തിലേക്ക് ആവശ്യമുള്ളവനാണ് അല്ലെ? അതെ അതെ, അള്ളാഹുവിന് രൂപമല്ലേ, അതേപോലെ എനിക്കൊരു രൂപമുണ്ട്. ഇല്ല, അള്ളാഹുവിനില്ല കേട്ടോ. അള്ളാഹുവിന് രൂപമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് പറയാം, ഞാൻ പറഞ്ഞുതരാം. ഏത് കിതാബിന്റെ അടിസ്ഥാനത്തിലാണ്? ഖുറാനിലുണ്ടല്ലോ, ഹദീസിലുണ്ടല്ലോ. ഏതാണ് ഹദീസ്? നെക്കട്ടാ ഇപ്പൊ തന്നെ പൊളിക്കാട്ടാ. Allah described in the Quran that He has 2 hands. And both of Allah's hands are right hands. We believe that both of the hands of Allah are what? Huh? The hadith says very clearly that both His hands are right. The saq here refers to Allah's shin. So He has a leg. The Quran says that Allah has 1 eye. Read Surah Qalam, Surah number 68, ayat number 42. The shin of Allah is mentioned. നമ്മള് പഠിച്ച ഖുർആനിൽ അതില്ല. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അതെന്റെ കുഴപ്പമില്ല, പോയി പഠിക്കും. നിങ്ങൾ എത്ര വരെ മദ്രസ പഠിച്ചു? ഖുർആനിൽ അതില്ലെന്നില്ല. നിങ്ങൾ എത്ര വരെ മദ്രസ പഠിച്ചു? അല്ലാഹു അഹദ് ഓതിക്കണം നിങ്ങള്. പിന്നെ അത് നിങ്ങൾ ഞങ്ങളുടെ നിന്ന് കോപ്പി അടിച്ചതല്ലേ? നിങ്ങൾ ഞങ്ങളുടെ നിന്ന് കോപ്പി അടിച്ചാണ്, ബാലമംഗലത്തിൽ നിന്ന് കോപ്പി അടിച്ചാണത്. ബാലമംഗലത്തിൽ നിന്ന് കോപ്പി അടിച്ചാണത്. അലം യകുൽ ലഹു കുഫുവൻ അഹദ് അറിയില്ലേ? അതാ പറഞ്ഞേ, അത് ബാലമംഗലത്തിൽ നിന്ന് കോപ്പി അടിച്ചതാണ്. അത് നിങ്ങളുടെ വാദം. അത് ഞങ്ങളുടെ വാദമല്ല. ഇറങ്ങിയിട്ട് ഖുർആൻ ഇറങ്ങിയതിന്റെ കാലം അറിയില്ലല്ലേ? പിന്നെ ബാലമംഗലൊക്കെ ഈ പ്രപഞ്ചം ഉണ്ടായ അന്ന് പോലുണ്ട്. പിന്നെ അപ്പം അങ്ങനെ ഒരു രൂപം ആവശ്യമുള്ള ആളാണ്. കേട്ടിട്ടില്ലേ? അല്ല, ഞാൻ ക്വസ്റ്റ്യൻ എന്റെ ട്രോളാം എന്നാണ് ആലോചിക്കുന്നതെങ്കിൽ ഉത്തരം ഞാൻ തന്നല്ലോ. ഡിങ്കനാണ് ഉണ്ടാക്കിയത്. ദൈവമുണ്ട്, ദൈവത്തിന്റെ പേര് ഡിങ്കൻ, എലിയെ പോലെ ഇരിക്കുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു ദൈവത്തെ വിശ്വസിക്കുന്നതിൽ നിങ്ങൾക്ക് നാണമൊന്നുമില്ല? എന്തിന് ഡിങ്കനെ വിശ്വസിക്കാനാ? ഒരു ഇടം നിർബന്ധം. അപ്പൊ അതിന് മുമ്പ് ഒരു ഇടം, അപ്പൊ ആ ഇടത്ത് ആര് നിർമ്മിച്ചു എന്ന ചോദ്യം ഉണ്ട്. അത് ചോദിച്ചിട്ട് നിങ്ങൾ ഉത്തരം പറയണം. അത് ഉത്തരം ഉണ്ടാവില്ല. ഓക്കെ, സോറി. അടിമയെ പൂശാനും അതുപോലെ സ്വയംഭോഗം ഹറാമോ ആക്കിയ അല്ലാഹുവിൽ വിശ്വസിക്കാമെങ്കിൽ ഒരിടം വേണമെന്ന് പറഞ്ഞൊരു ഡിങ്കനെ വിശ്വസിക്കാൻ തൽക്കാലം ക്ഷമീന്ന്. നിങ്ങളിതൊന്നും വലിയ ഇഷ്യൂ ആക്കല്ലോ കോയ. ഒരു തലയിറക്കം. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി? പറയാതെ തന്നെ കിട്ടിയല്ലോ. ഈ കോയക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായാൽ, അള്ളാഹു നിർബന്ധമായും ഉണ്ടാവണം എന്ന് വന്നാൽ അടിമയെ അടിച്ചമർത്താനും അടിമയെ സ്വന്തം എന്ത് ചെയ്യാനും ആ ഉടമക്ക് അധികാരം ഉണ്ടാകും എന്നത്. നിങ്ങളുടെ വാഹനത്തെ നിങ്ങൾ എപ്പോ വേണമെങ്കിലും തിരിക്കും, എപ്പോ വേണമെങ്കിലും ഒടിക്കും, നിർത്തും, വെയിലത്തും വെയിലും കൊള്ളിപ്പിക്കും. നിങ്ങളെങ്ങനെ ചെയ്യുന്നു? അങ്ങനത്തെ ഒരു നിർജീവിയായ വസ്തുവിനെ ഇല്ല. ഞാൻ അങ്ങനത്തെ കാറ് പ്രേമിയാണ്. ഞാൻ അങ്ങനത്തെ ആളായത് കൊണ്ടേ അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിക്ക്. ശരി, പക്ഷെ പഠിച്ചോണ്ട് അതൊക്കെ ചെയ്യാനല്ലേ പറഞ്ഞിരിക്കണം. എപ്പോ വേണേലും പൂശാം, എത്ര എണ്ണത്തിന് വേണേലും പൂശാം, നിങ്ങൾക്ക് അടിമ ഫാം നടത്താം. ഇതൊക്കെയല്ലേ അള്ളാഹു പറഞ്ഞിരിക്കണേ. അതാണ് ഡിങ്കൻ അങ്ങനത്തെ തണ്ടിത്തരൊന്നും പറയില്ല. ഡിങ്കൻ ആള് മാന്യനാണ്. സന്തോഷായി.
അപ്പൊ ഡിങ്കന് നിങ്ങളുടെ അള്ളാഹുവിന്റെ അത്ര തറയാവാൻ കഴിയില്ല ഡിങ്കന്. പിന്നെ നമ്മള് അതിന്റെ യഥാർത്ഥ ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ പോവാല്ലേ. അപ്പൊ നിങ്ങൾ ഇപ്പോഴും കാര്യം പറഞ്ഞില്ല കേട്ടാ. മരിച്ചു കഴിഞ്ഞാൽ ബോഡി കീറി മുറിക്കുന്നത് ഏത് കിതാബിന്റെ അടിസ്ഥാനത്തിലാന്ന് പറഞ്ഞില്ല. അത് ഇന്നത്തെ കണ്ടന്റ് ആയിരിക്കൂല്ലേ, ഇന്നത്തെ യൂട്യൂബ് കണ്ടന്റ് ആയിരിക്കും. ഞാനത് പറയാനല്ലല്ലോ വിളിച്ചത്. നിങ്ങളത് പറയാൻ വിളിക്കണമെന്നൊന്നും അല്ലല്ലോ. നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞു. എന്റെ ആൻസർ ഇല്ല. നിങ്ങൾ വലിയ ദാനമൊക്കെ പറയും, എന്നിട്ട് ബോഡി ദാനം ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോ അത് പറ്റൂല എന്നും പറയും. ഇതല്ലേ നിങ്ങളുടെ ഇരട്ടത്താപ്പ്. നിങ്ങളെ പൊള്ളത്തിനത്രേ ഉള്ളൂ. നിങ്ങൾ വലിയ ഡെക്കറേഷൻ ഒന്നും കൊടുക്കണ്ട. വയനാട് ദാനം എന്ന് പറഞ്ഞ് കയറിയിട്ട് അവിടെ ഈ കാക്കമാര് പല ആളുകളും ചെയ്തു കൂട്ടിയ ഈ മോഷണത്തിന്റെ കഥ വിളിച്ചത് വരാനിരിക്കണുള്ളൂ. നിങ്ങൾ വലിയ ഡെക്കറേഷൻ ഒക്കെ കൊടുത്ത് കുറച്ച് ആളൊക്കെ പൊലിപ്പിച്ചോ, അതൊക്കെ അവിടെ ഇരിക്കും. പിന്നല്ലാതെ വയനാട് പോയി കഥയൊക്കെ നമ്മൾ അറിയും. അല്ല അങ്ങനെ പറഞ്ഞതറിഞ്ഞ പോയില്ല. അവിടെ പോയിട്ട് ഒരു കല്ലെങ്കിലും എടുത്തു വെച്ചു, ഒരു കബറെങ്കിലും. നിങ്ങൾ എന്താ വർത്താനം പറഞ്ഞു? ഈ ഇടത്തേക്കായി കൊടുക്കണ വലത്തേക്കായി അറിയുന്നു, അങ്ങനെ എങ്ങോട്ടല്ല നിങ്ങൾ പറയല്. ഇതൊന്നും ഞങ്ങൾ അങ്ങനെ വിളിച്ചത് പറയാറില്ല. അപ്പൊ ഡിങ്കൻ എവിടെ ഇരിക്കണെന്ന് പറഞ്ഞുതരാ ഞാൻ. ഇനി വേണ്ട ഉത്തരം വേണ്ടേ? വളരെ കൃത്യമായ ഉത്തരമാണെങ്കിൽ സന്തോഷമാവും. ഇല്ല, ഡിങ്കൻ ഇരിക്കുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല. അതിപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉത്തരമല്ലല്ലോ എനിക്ക് പറയാൻ പറ്റുക. എനിക്കുള്ള ഉത്തരമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എം എം അക്ബർ പറഞ്ഞ മാതിരി ഫിലോസഫിക്കലായിട്ട് മറുപടി ഉണ്ടോ? ഡിങ്കൻ ഇരിക്കുന്നത് 7 ആകാശങ്ങൾക്ക് മുകളിൽ അർഷിൽ, അവിടെ വെള്ളത്തിന്റെ മുകളിൽ കസേര ഇട്ടിട്ടിരിക്കുകയാണ് ഡിങ്കൻ. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, കസേര ആവശ്യമാണ്. അതെ. അപ്പൊ കസേര ആരും ഉണ്ടാക്കി? ഡിങ്കൻ ഉണ്ടാക്കി സ്വന്തം. കസേര ഇല്ലാതെ ഡിങ്കൻ ഉണ്ടാവും? പിന്നെന്താ, ഡിങ്കൻ അവിടെ ഉണ്ടല്ലോ. ഡിങ്കൻ ഇരിക്കണം തോന്നി ഡിങ്കൻ അക്കുൻ ഫയക്കുൻ എന്ന് പറഞ്ഞപ്പോ ഒരു കസേര ഉണ്ടായി, അതിലിരുന്നു. അത്ര തന്നെ. അതിന് മുമ്പ് എവിടെയായിരുന്നു? ആരെവിടെയായിരുന്നു? കസേരയോ? കൊറേ പ്രോഗ്രസ് ഉണ്ടാക്കാൻ നോക്കി, അതിനൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഡിങ്കൻ അവിടെ ഉണ്ടായിരുന്നോ? ഡിങ്കൻ അവിടെ ഉണ്ട്. അള്ളാഹു എങ്ങനെയാണോ ഉണ്ടാവണം അതേപോലെ ഡിങ്കൻ അവിടെ ഉണ്ട്. അവിടെ എന്ന് പറയുമ്പോ ഒരു ഇടത്തെയാണല്ലോ താങ്കൾ ഉദ്ദേശിച്ചത്? അതെ, 7 ആകാശത്തിന്റെ മുകളിൽ, 7 ആകാശത്തിന്റെ മുകളിൽ ആ വെള്ളത്തിൽ. ആ 7 ആകാശത്തിന്റെ മുകളിലുള്ള അർശ ആരുണ്ടാക്കി? അത് ഡിങ്കൻ ഉണ്ടാക്കി. ആ ഉണ്ടാക്കുന്നതിന് മുമ്പ് എവിടെയായിരുന്നു? ഡിങ്കൻ അവിടെ ഉണ്ടായിരുന്നു. എവിടെ? അവിടെ. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. അല്ല, ഞങ്ങള് ഇവിടെ നിങ്ങൾക്ക് മലയാള ഭാഷ അറിയില്ല, അതിന്റെ കുഴപ്പമാണ്. പോയി മലയാളം പഠിക്കും. പോയി മലയാളം പഠിക്കും. ഇവിടെ പറഞ്ഞാലും അറിയാവുന്ന അതാ പറഞ്ഞേ, ഡിങ്കൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ട് ഡിങ്കൻ. ഡിങ്കൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മല്ലേ? ഇല്ല, പോയിട്ട് 2 കൂടി ആയിരിക്കും, അപ്പൊ ഓർമ്മ വരും. ഡിങ്കനാണ് ദൈവം എന്ന് നിങ്ങൾക്ക് ഏത് ബുദ്ധി വെച്ചാണ് കിട്ടിയത്? ഡിങ്കൻ എന്നത് ഡിങ്കൻ തന്ന ബുദ്ധി വെച്ചിട്ട്. ഡിങ്കൻ തന്ന ബുദ്ധി വെച്ചിട്ട്. പക്ഷെ തലച്ചോറാണ്. നിങ്ങളെ മാതിരി ഹൃദയം കൊണ്ടല്ല, തലച്ചോറ് കൊണ്ട് ചിന്തിക്കണം, അപ്പോഴേ കിട്ടുള്ളൂ. നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കണോണ്ടാണ് ഈ പ്രശ്നം. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യ. ഹൃദയമില്ലാത്തവർ എന്ന് പറയുന്ന സാഹിത്യബോധത്തെ എങ്ങനെ കാണുന്നു? വളരെ 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 മണ്ടൻ ബോധമായിട്ട് കാണും. ഒരു ഹൃദയമില്ലാത്തവർ, കാരുണ്യമില്ലാത്തവർ എന്ന അർത്ഥത്തിൽ ചില ആളുകളൊക്കെ അത് പറയും. അതൊന്നും വലിയ കഥയൊന്നുമില്ല. നിങ്ങളുടെ ചിന്ത വരുന്നത് ഹൃദയത്തിലാണെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്ന? ഇപ്പോഴും ബഷീറിന്റെ എഴുത്തിൽ കാണുന്നു. എങ്ങനെ? ബഷീർ പറഞ്ഞോട്ടെ, ഞാൻ ചോദിക്കണേ, നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നത് ഹൃദയം കൊണ്ട് തന്നെയാണോ അതോ തലച്ചോറുകൊണ്ടാണോ? റിച്ചാർഡ് ഡോക്കിൻസിന്റെ പുസ്തകത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നത് തലച്ചോറുകൊണ്ടാണോ ഹൃദയം കൊണ്ടാണോ? നിങ്ങൾ ചിന്തിക്കുന്നത് ഹൃദയം കൊണ്ടാണോ തലച്ചോറ് കൊണ്ടാണോ? ചോദിച്ചതിന് ഉത്തരം പറയാം. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അല്ല, എനിക്ക് അങ്ങോട്ടാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ചിന്തിക്കുന്നത് തലച്ചോറ് കൊണ്ടാണോ ഹൃദയം കൊണ്ടാണോ? അത് പറയൂ, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ. ശരിക്കും എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങളാണോ? ഇല്ല, ഉള്ളത് അറിയാലോ. എനിക്കറിയില്ല. തലച്ചോറോണ്ട് ചിന്തിച്ചാൽ അത് മനസ്സിലാവുള്ളൂ. ഹൃദയം കൊണ്ട് ഇപ്പോഴത്തെ ചിരി എന്റെ അജ്ഞതക്കുള്ളതാണെങ്കിൽ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു, ഇങ്ങനെ ഹൃദയം ഇല്ലാത്തവർ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? എനിക്കറിയില്ല. അല്ല, ഈ കുഞ്ഞുണ്ണി മാഷിന്റെ കവിതയിൽ പോലും അത് കാണുന്നു. ഞാനെഴുതാറുണ്ട്. കഷ്ടം. ഡിങ്കന് വേറൊരു ഡിങ്കന് എല്ലാ കല്ലും ഉണ്ടാക്കാൻ കഴിയും? എല്ലാ വസ്തുക്കളും ഉണ്ടാക്കാനുള്ള കഴിവുണ്ടോ? ഒരു സാധനം ഒഴിച്ച് ബാക്കിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഒരു സാധനം ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കാൻ കഴിയും. ഏതാണ് ഒരു സാധനം? എടുത്താ പൊങ്ങാത്ത കല്ല്.
അത് മാത്രം ഡിങ്ക ഉണ്ടാക്കില്ല, ബാക്കിയൊക്കെ ഉണ്ടാക്കും. ഓക്കെ, എടുക്കാൻ പറ്റാത്തത്. അപ്പൊ എനിക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതിനോട് ബന്ധപ്പെടുത്തി തന്നെ വേറൊരു ക്വസ്റ്റ്യൻ. ഒരു 4 മൂലയുള്ള വട്ടം ഉണ്ടാക്കാൻ കഴിയും? ഡിങ്കൻ ലാംഗ്വേജ് അങ്ങ് മാറ്റും. 4 മൂലയുള്ള സാധനത്തിനെ വട്ടം എന്ന് വിളിക്കും. അങ്ങനെയാണ് ഡിങ്കന്റെ കളി. അത് അംഗീകരിക്കുന്ന ആളാണ് നിങ്ങൾ? അതെ. ഏതായാലും മനോഹരമായ വ്യാഖ്യാനം. അതെ. ഇനിയുണ്ടോ ഇതേപോലത്തെ കൂടെ സംശയം? അല്ല, ഇത് ഡിങ്ക മാത്രല്ല, നിങ്ങളും അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നല്ലാതെ. ഇതാണ് നിങ്ങളുടെ അടിസ്ഥാനമായിരിക്കും അല്ലേ? അപ്പൊ മാത്തമാറ്റിക്സിലുള്ള വളരെ മികച്ച അറിവ്, അങ്ങനെയൊക്കെ മികച്ച അറിവ്. പിന്നെന്താ, മദ്രസയിൽ കണക്ക് പഠിച്ചാൽ എങ്ങനെ ഇരിക്കും? ഉത്തരം നേരത്തെ പറഞ്ഞില്ലേ? ചിന്തിച്ചത് കൊണ്ട് കിട്ടേണ്ടതായിരുന്നു. അതാ പറഞ്ഞേ, നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിച്ചുകൊണ്ടാണ് കിട്ടിയത്, ഞാൻ തലച്ചോറ് കൊണ്ട് ചിന്തിച്ചു, അതുകൊണ്ടാണ് കിട്ടാത്തത്. അല്ല, എനിക്ക് അപ്പൊ ശരി, അപ്പൊ ശരി. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. Yeah.